ഇതാ വരുന്നു ആശ്രമത്തിൽ നിന്ന് പഴം മോട്ടിക്കുന്ന കള്ളൻ. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഇന്നും ചിന്തിക്കാൻ വയ്യ. ആ ഒരു സമയത്തെ ഒരു ഓടി അങ്ങോട്ട് ചെന്ന് കാലിലങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കിടന്നങ്ങോട്ട് കാശിച്ചു. എന്താണ് കയ്യില്? ഇതെവിടെ കിട്ടി? ഓ, സ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന് സ്വാമിയുടെ പഴം എടുത്തിട്ട് സ്വാമിക്ക് കൊണ്ട് തരിക. ഇതൊക്കെ സ്നേഹം വലിഞ്ഞൊഴുകുകയാണ്. തിരമാല എവിടെ നിന്നുണ്ടായി? എവിടെ നിലനിൽക്കുന്നു? സമുദ്രത്തിന്റെ മുകളിൽ. എവിടേക്ക് പോകുന്നു? സമുദ്രത്തിലേക്ക് തന്നെ ലയിക്കുന്നു. അതാണ് നാരായണീയത്തില് നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോല്ലാസതുല്യം ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽവത ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ. എപ്പോഴാണ് ഭഗവാൻ നമ്മോട് പ്രസാദിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഗുരുവിനെ പറഞ്ഞു വിടുക. ഡൈനിങ് റൂമിൻ്റെ അവിടെ ഇത് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മാറി നിൽക്കും. ഗുരുദേവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അതാ നേരത്തെ പറഞ്ഞു, ഒരു അവസരം പോലും ഇല്ല, ഒരു മിനിറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല. ഗുരുദേവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു സ്വാധീനം എത്ര പറഞ്ഞാലും അത് വല്ലാണ്ട് ഇമോഷണലാകുമെന്ന് പറയുമ്പോൾ അത്രയ്ക്കൊരു ഉള്ളിൽ തട്ടിയ അനുഭവമാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു. നമ്മൾ വിചാരിച്ചു വേറെ ആരെയും വിളിക്കുകയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഓടിച്ചെന്ന് മുട്ടുകുത്തി അടുത്തോട്ടിരുന്നു. പ്ലേറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് വായിലോട്ട് വെച്ചു. ആ ഒരു അവസ്ഥ, ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് യു ക്യാൻ ഇമാജിൻ. വല്ലാത്ത ഒരു അന്ന് വൈകിട്ട് ഞങ്ങളിങ്ങനെ ആ ഗാർഡനിൽ ഇപ്പോൾ സമാധി എത്തിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഗാർഡനിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ വാഴ, അവിടെ ഒരു 3-4 പഴം ഇങ്ങനെ അതിൽ കായ ചുമന്ന് തുടങ്ങിയത്. ചുമ്മാ അതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചത്. അപ്പോൾ വൈകിട്ട് ഞങ്ങളിങ്ങനെ ഹോളിലോട്ട് കയറുമ്പോൾ എപ്പോഴും ഗുരുദേവൻ്റെ കൂടാണ് കയറുന്നത്. അത് സ്വാതന്ത്ര്യം സന്തോഷമായിരുന്നു. ഇങ്ങനെ കയറുമ്പോൾ എന്താണ് കയ്യിൽ? ഇതെവിടെ കിട്ടി? ഓ, സ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന് സ്വാമിയുടെ പഴം എടുത്തിട്ട് സ്വാമിക്ക് കൊണ്ട് തരിക. ഇതൊക്കെ സ്നേഹം വലിഞ്ഞൊഴുകുകയാണ്. അത് എത്ര പറഞ്ഞാലും വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭവം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ ചെന്നു. അപ്പം ഗുരുദേവൻ ഇങ്ങനെ ഇരിക്കുന്നു, കുറേ ആളുകൾ ചുറ്റും. നമ്മുടെ ആളുകളാണ് കൂടുതൽ. നമ്മൾ വാതിൽക്ക വന്നപ്പം ഇതാ വരുന്നു ആശ്രമത്തിൽ നിന്ന് പഴം മോട്ടിക്കുന്ന കള്ളൻ. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്നും ചിന്തിക്കാൻ വയ്യ. ആ ഒരു സമയത്തെ ഒരു ഓടി അങ്ങോട്ട് ചെന്ന് കാലിലങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് അങ്ങോട്ട് കാശിച്ചു. മറക്കാനാവാത്ത അനുഭവങ്ങൾ പലതുണ്ടെങ്കിലും ഇതൊരു വല്ലാത്ത അവിടെ കൂടിയിരുന്ന സകലരും വല്ലാണ്ടായി പോയെന്ന് പറയും. ഇങ്ങനെയാണ് തനി മലയാള സ്റ്റൈലില് ഇതാ വരുന്നു ആശ്രമത്തിൽ നിന്ന് പഴം മോട്ടിക്കുന്ന കള്ളൻ. മോഷ്ടിക്കാന്ന് പോലുമല്ല, മോട്ടിക്കുന്ന കള്ളൻ. ഇതൊരു വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയക്കുറവുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നിർത്താം. അടുത്ത ചോദ്യത്തിലേക്ക് ഗുരുവായൂരപ്പാ. അങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങ് രാമായണവും ഭഗവത്ഗീതയും ഭാഗവതവും നാരായണീയവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങ് സപ്താഹങ്ങളും ഇതിൻ്റെ പ്രഭാഷണങ്ങളും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ കേരളത്തിൽ പൊതുവെ കണ്ടുവന്നിരുന്നത് ഈ ഭാഗവത സപ്താഹങ്ങളായിരുന്നു. അതിൽ നിന്ന് മാറി നാരായണീയവും രാമായണവും സപ്താഹത്തിൻ്റെ രൂപത്തിൽ അങ്ങുൾപ്പെടെയുള്ള ആളുകൾ അവതരിപ്പിച്ചു തുടങ്ങുകയും പിന്നീട് അത് ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം, മനുഷ്യൻ്റെ ജീവിത സമസ്യകളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഈ ഭാഗവതവും നാരായണീയവും അത് തമ്മിൽ എങ്ങനെയാണ് സാജാത്യ വൈജാത്യങ്ങൾ പുലർത്തുന്നത്? അത് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പുറകിൽ നിന്ന് ആരംഭിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം ഹിന്ദുമതം എന്ന് പറയപ്പെടുന്ന സനാതന ധർമ്മത്തിൽ ശരിക്കുള്ള പേരതാണ്.
സനാതനധർമ്മത്തിൻ്റെ തുടക്കം വേദത്തിൽ കൂടിയാണ്. ബൈബിളിൽ നിന്നും ഖുർആൻ എന്നൊക്കെ പറയുന്ന പോലെ ഹിന്ദുക്കൾക്ക് സനാതനധർമ്മികൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ രാമായണം ഭാഗവതം എന്നൊന്നും അല്ല ഉത്തരം, വേദമാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. വേദത്തിൻ്റെ പ്രത്യേകത ആര് എന്നുണ്ടാക്കി എന്നുള്ളതിന് യാതൊരു ഇതുമില്ല. അതുകൊണ്ട് കാലാതീതം, അപൗരുഷയം എന്ന് 2 വാക്കുകൾ, ബിയോണ്ട് ടൈം ലിമിറ്റ്സ്. ഈ വേദത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാലാതീതവും അപൗരുഷയവും. അതിനെ വിശേഷിപ്പിക്കുന്ന കാലാതീതം മീൻസ് ബിയോണ്ട് ടൈം. ഇപ്പം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ബൈബിള് അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മഹാഭാരതം, വാൽമീകി രാമായണം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു പർട്ടിക്കുലർ വിതിൻ ടൈമാണ്. മറ്റേ ബിയോണ്ട് ടൈം എന്ന് തുടങ്ങിയെന്ന് പറയാനൊക്കില്ല. കാരണം ഇപ്പം നമ്മൾ സയൻസ് പഠിച്ച ഏറ്റവും വലിയ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ആളിനോട് ചോദിക്കുക, വെൻ ഡിഡ് സയൻസ് സ്റ്റാർട്ട്? സയൻസ് എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ടോ? ഇല്ല, ഇല്ല. അതേ അനാദി എന്നുള്ള വാക്കാണ് ഇവിടെ പറയുന്നത്. അനാദി കാലം. സയൻസിനൊരു ഫൗണ്ടർ ഉണ്ടോ? ഇല്ല. അതുപോലാണ് അപൗരുഷയമാണ്. ദിസ് ഈസ് പ്യുവർ സയൻസ്. ഈ സയൻസിനും ഒരു ഫൗണ്ടറോ ഒരു ഇതോ ഇല്ല. അതാണ് വേദത്തിൻ്റെ താല്പര്യം. ഒറ്റ വാക്കിലോ 2 വാക്കിലോ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ കാണാൻ എല്ലാറ്റിനും, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉൾപ്പെട്ട ഈ എല്ലാം കൂടി യൂണിവേഴ്സ്, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡം, ഇതിന് മുഴുവൻ ആധാരമായിട്ട് ഒരേ ഒരു ശക്തി, ഒരേ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ. ഇതാണ് വേദത്തിൻ്റെ കൺസെപ്റ്റ്. അത് പല പേരുകളിൽ അറിയപ്പെടുന്നു. ഈശ്വരൻ, ബ്രഹ്മം, ആത്മാവ്, ഭഗവാൻ, ഭഗവതി, പല പേരുകളിൽ അറിയപ്പെടും. അത് തന്നെ ക്രിസ്ത്യൻ സംവിധാനത്തിൽ വരുമ്പോഴത്തേക്ക് കർത്താവ്, അള്ള, ഈ പേരുകളിൽ അറിയപ്പെടും. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, അപ്പനെ അപ്പനെ രംഗുമേ തുച്ഛക്കോ ദേഖ് രഹി ഹേ ദുനിയാ സാരി. കൊണ്ട് പഠിച്ചവർ അവരവരുടെ സംസ്കാരം അനുസരിച്ച് ഇതിനെ നോക്കിക്കാണും. ഇപ്പോൾ ഒരേ വ്യക്തിയെ രഞ്ജിത്തിൻ്റെ മക്കള് രാമകൃഷ്ണന്മാർ അച്ഛാന്ന് വിളിക്കും, അല്ലേ? ചേട്ടൻ്റെ മക്കള് ചിറ്റപ്പാന്ന് വിളിക്കും, അല്ലേ? ആള് മാറുന്നുണ്ടോ? ഇല്ല. ഇതേപോലെ ഈശ്വരൻ എന്ന് പറയുന്ന ആ ശക്തി ഒന്നേ ഉള്ളൂ, പല പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ കാണപ്പെടുന്നുവോ, എന്തൊക്കെ ഉണ്ടോ, എനിത്തിങ് ദാറ്റ് എക്സിസ്റ്റ്, എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ആ ചൈതന്യത്തിൽ നിന്നുണ്ടായി, ആ ചൈതന്യമാകുന്ന ആധാരത്തിൽ നിലനിന്ന് ആ ചൈതന്യത്തിലേക്ക് ലയിച്ചു ചേരുന്നതാണ്. ഇത് അതിന് ഉപോത്ബലമായിട്ട് ഉപനിഷ ശ്ലോകം തന്നെയുണ്ട്. ഇമാനി ഭൂതാനി ജായന്തി ഏന ഭൂതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. ഏതൊന്നിലാണോ ഇതുണ്ടായി വരുന്നത്, ഏതൊന്നിലാണോ നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്ക് ലയിച്ചു ചേരുന്നു. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ഗുരുദേവൻ പറഞ്ഞു തരുന്നത് സമുദ്രവും തിരമാലയും തമ്മിലുള്ള ബന്ധം എടുത്തോളൂ. തിരമാല എവിടെ നിന്നുണ്ടായി? സമുദ്രത്തിൽ. എവിടെ നിലനിൽക്കുന്നു? സമുദ്രത്തിന്റെ മുകളിൽ. എവിടേക്ക് പോകുന്നു? സമുദ്രത്തിലേക്ക് തന്നെ ലയിക്കുന്നു. അതാണ് നാരായണീയത്തില് നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം എന്നൊരു പ്രയോഗം. നിർമ്മല ബ്രഹ്മസിന്ധുവിലെ കല്ലോലങ്ങളാണ് നമ്മൾ. പക്ഷെ ഈ പ്രത്യേകത എന്താ വരുന്നത്? കല്ലോലങ്ങൾക്ക് ഞങ്ങൾ വേറെ എന്നൊരു തോന്നൽ വരും. അതുപോലെയാണ് നമ്മളുമൊക്കെ വേറെ എന്നുള്ള തോന്നൽ വരുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ട് എന്നുള്ള നമ്മുടെ തോന്നലാണ് സെപ്പറേറ്റിസം അവിടെ ആരംഭിക്കുന്നത്. അതാണ് ജീവഭാവം ബ്രഹ്മഭാവം എന്ന് ശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ മുഴുവൻ ലക്ഷ്യം ജീവോ ബ്രഹ്മൈക്യ ന അപരത. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതാ. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ജീവോ ബ്രഹ്മൈവ ന അപര. ജീവ ബ്രഹ്മ ഏവ, ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെ. ന അപരഹ, വേറെ അല്ല, ഇറ്റ്സ് നോട്ട് ഡിഫറൻസ്. പക്ഷേ ജീവന് തോന്നുന്നത് എന്താ? ഞാൻ വേറെ, ഞാൻ വേറെ. ഏതുപോലെ തിരമാലയ്ക്ക് തോന്നുകയാണ് എനിക്ക് സമുദ്രവുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ വേറെ. അപ്പൊ ജീവബ്രഹ്മ ഐക്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഐക്യമൊന്നും അവിടെ ഇല്ല, ഒന്ന് തന്നെ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഒന്നാണ് എന്നുള്ള അറിയുന്നില്ല. അതുകൊണ്ടാണ് ഹരിതാമൃതൻ ആരംഭിക്കുന്നത് ഒന്നായ നിന്നൈഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബത ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമഃ.
ഒന്നേ ഉള്ളൂ. ഒന്നായ നിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലത് എന്നർത്ഥം. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ പലതാ. 2 2000 2 ലക്ഷം പിന്നെ പലത് തന്നെ ഉള്ളൂ, ബഹുത്വത്തിലാണ്. അപ്പൊ സിംഗുലാരിറ്റി പ്ലൂറാലിറ്റി. അതിൻ്റെ ഇടയിൽ രണ്ടെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇല്ല, കൂടുതലാണ് ബാക്കി. അതുകൊണ്ടാണ് അദ്വയം, ഏകം നമ്മൾ സൂചിപ്പിക്കും. ഏകം എന്ന് പറഞ്ഞാൽ ഒന്നെന്നല്ല അർത്ഥം, രണ്ടില്ലാത്ത ഒന്നെന്നാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ വിശേഷം ഏകം നിത്യം വിമലം അചലം സർവധീ സാക്ഷിഭൂതം എന്നൊക്കെ. ഗുരു ഭഗവാൻ ഒന്നായിട്ടാണ് നമ്മുടെ സങ്കല്പം. ഈശ്വരൻ നമുക്ക് പ്രകടമാകുന്നില്ല, പ്രകടമാകുന്ന ഈശ്വരഭാവമാണ് ഗുരു എന്നാകുന്നത്. അതുകൊണ്ടാണ് ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത്യാപ്തദേഹായ എന്ന് പറയുന്നത്. പിന്നെ ഭക്തന്മാരുടെ ഇടയ്ക്ക് പറയുന്ന ഒരു വാക്ക് തന്നെ, എപ്പോഴാണോ ഭഗവാൻ നമ്മോട് പ്രസാദിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഗുരുവിനെ പറഞ്ഞു വിടുക. അതെ അതെ അതെ. അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നമുക്ക് അപ്പരൻ്റായിട്ട് അനുഭവം വരുന്നത് ഗുരുനാഥനെ നമ്മുടെ ജീവിതത്തിൻ്റെ. ഒരു പുഷ്പം വിടരുമ്പോൾ അത് തലേദിവസം ജനം ടി വിയിലും ഏഷ്യാനെറ്റിലും ഒന്നും പരസ്യം കൊടുക്കുകയില്ല. നാളെ രാവിലെ 7:30 32 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഞാൻ വിരിയും, വണ്ടുകളെ വന്നോളും. സമയമാകുമ്പോൾ അത് വിരിയും, വണ്ട് വന്നിരിക്കും. ഇതുപോലെയാണ് നമുക്ക് ആ ഒരു ഇന്റേണൽ മെച്യൂരിറ്റി, ആന്തരികമായ ആ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ. അത് ഗുരുവിന് വേണ്ടിയിട്ട് ഓടി നടക്കണ്ടെന്ന് ഒരു ദേവൻ എപ്പോഴും പറയും. ഇപ്പം നമ്മുടെ ശാസ്ത്രത്തിൽ മുഴുവൻ പ്രാധാന്യം ഗുരുവിനാണ്. എന്തുകൊണ്ട്? ഗുരുവാണ്. ഗുരു എന്നുള്ള ശബ്ദത്തിൽ തന്നെ ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഗുരു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയാക്കുന്നതാണ്. അജ്ഞാനത്തിലാണ് നമ്മൾ. എന്താ ജ്ഞാനം? നമ്മൾ ശരിയായ ഭാവം, അവർ ട്രൂ എൻറ്റിറ്റി ബ്രഹ്മത്വമാണ്, ബ്രഹ്മഭാവമാണ് എന്ന് ഉറപ്പ് ഇല്ല. ജീവഭാവത്തിനോടാണ് നമ്മുടെ ഉറപ്പല് മുഴുവൻ. അതാണ് ഈ കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാണ് നാരായണീയം ആരംഭിക്കുന്നിടത്ത് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം. കൊണ്ട് നിർത്തിയെവിടെയാ? ബ്രഹ്മതത്വം തത്താവദ്ഭാതി. ഗുരുവായൂർ പോയാൽ എന്താ കാണേണ്ടത്? ബ്രഹ്മതത്വം. നമ്മൾ നമ്മുടെ നാരായണീയ വിദ്യാർത്ഥികളോട് പറയാറുള്ളതാണ്. നാരായണീയം മുഴുവൻ പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, പഠിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് ഉറപ്പിക്കുക. എന്താണ്? ബ്രഹ്മതത്വം ഭാവി. ബ്രഹ്മതത്വം ശോഭിക്കുന്നു പ്രത്യക്ഷമായിട്ട്. അതാണ് സാക്ഷാത് ഗുരുഭവന ഗുരുന്ന് പറയാൻ കാര്യം. അതാ പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും.